മധ്യകാല ലോകാത്ഭുതങ്ങൾ, ആധുനിക ലോകാത്ഭുതങ്ങൾ എന്നിങ്ങനെ കാലഘട്ടങ്ങൾക്കനുസരിച്ച് ലോകമഹാ അത്ഭുതങ്ങൾ നിലനിന്നിരുന്നു. പിന്നീട് സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായുള്ള ന്യൂസ് ഓൺ വണ്ടേഴ്സ് ഫൗണ്ടേഷൻ 2000 മുതൽ ആരംഭിച്ച ക്യാമ്പയിൻ പ്രകാരം വോട്ടെടുപ്പിലൂടെ 2007 ജൂലൈ 7 പുതിയ ലോക മഹാത്ഭുതങ്ങളുടെ പട്ടിക പ്രഖ്യാപിച്ചു. ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. മനുഷ്യനിർമ്മിതമായ മഹാ അത്ഭുതങ്ങളിൽ ഒന്നാണ് ചൈനയിലെ വൻമതിൽ. ശാഖകളടക്കം 1325 കിലോമീറ്റർ നീളമുള്ള വൻമതിൽ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതമായ വസ്തുവായാണ് കണക്കാക്കുന്നത്. ചന്ദ്രനിൽ നിന്ന് നഗ്ന നേത്രങ്ങൾ ഉപയോഗിച്ച് കാണാവുന്ന ഒരേ ഒരു മനുഷ്യനിർമ്മിതമായ വസ്തു ഇതാണെന്നാണ് പറയപ്പെടുന്നത്. BC 3-ാം നൂറ്റാണ്ടിൽ കിൻ സാമ്രാജ്യ കാലത്താണ് വൻമതിലിൻ്റെ പണി ആരംഭിച്ചത്. എന്നാൽ അതിനു മുൻപ് തന്നെ പ്രതിരോധത്തിനായി പ്രാകൃതമായ വൻമതിലുകൾ നിർമ്മിക്കുവാൻ ചൈനീസ് ജനതയ്ക്ക് അറിയാമായിരുന്നു. അക്കാലത്തെ ഗോത്രവർഗക്കാരായിരുന്നു ഇവ നിർമ്മിച്ചിരുന്നത്. BC 7-ാം നൂറ്റാണ്ടിൽ ചൂ രാജവംശം ഇത്തരം മതിലുകളെ ബലപ്പെടുത്തിയിരുന്നതായി രേഖകളിൽ കാണാം. ഇങ്ങനെ പല രാജവംശങ്ങൾ നിർമ്മിച്ച മതിലുകൾ യോജിപ്പിച്ച് ഒന്നാക്കി ബലപ്പെടുത്തൽ ആരംഭിക്കുകയാണ് കിൻ സാമ്രാജ്യകാലത്ത് ചെയ്തത്. കിൻ ഷി ഹുവാങ് എന്ന ചക്രവർത്തി ചൈനയിലെ നാട്ടുരാജ്യങ്ങൾ കീഴടക്കി തൻ്റെ സാമ്രാജ്യം സ്ഥാപിച്ചത് BC 221-ലാണ്. ഇക്കാലത്ത് സാമാന്യം വലിയ ആക്രമണങ്ങളെ ചെറുക്കുവാൻ പര്യാപ്തമായ ചെറുമതിലുകൾ നിലനിന്നിരുന്നു. കിൻ ഷി ഹുവാങ് ഈ മതിലുകൾ ഇണക്കി ഒറ്റ മതിലാക്കി തൻ്റെ സാമ്രാജ്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ബലപ്പെടുത്തലുകളും ചെയ്തു. സ്റ്റെപ്പി പ്രദേശങ്ങളിൽ വസിച്ചിരുന്ന പ്രാകൃതരായ സിഗോഗ്നു വംശജരായ നുഴഞ്ഞുകയറ്റക്കാരായിരുന്നു ഏറ്റവും ശല്യമുണ്ടാക്കിയിരുന്നത്. ഈ വർഗത്തിൽപ്പെട്ട ആട്ടിടയന്മാർ കൂട്ടമായി വന്ന് മോഷണങ്ങൾ നടത്തിയിരുന്നതായിരുന്നു യഥാർത്ഥ യുദ്ധത്തെക്കാൾ കിൻ സാമ്രാജ്യത്തിന് ശല്യമുണ്ടാക്കിയിരുന്നത്. വൻമതിൽ നിർമ്മാണത്തിനായി 5 ലക്ഷത്തോളം കർഷകരും കുറ്റവാളികളുമായിരുന്നു നിയോഗിക്കപ്പെട്ടത്. പിന്നീട് വെയ് രാജവംശം അധികാരത്തിൽ വന്നപ്പോൾ 3 ലക്ഷത്തോളം ജനങ്ങൾ വൻമതിലിനായി പണിതു. BC 607-ൽ 10 ലക്ഷത്തിലധികം ആളുകൾ വൻമതിലിനായി പണിയെടുത്തുവെന്ന് രേഖകളിൽ പറയുന്നു. പിന്നീടുണ്ടായ മിങ് രാജവംശം ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് പണിക്കായി നിയോഗിച്ചത്. 100-ലധികം വർഷമാണ് ഇതിനായി എടുത്തത്. ഇത്തരത്തിൽ വലിയൊരു അളവ് തൊഴിലാളികളുടെ കഷ്ടപ്പാടിലൂടെയാണ് വൻമതിലിൻ്റെ നിർമ്മാണം നടത്തിയത്. ദശലക്ഷക്കണക്കിന് ആളുകൾ രോഗവും അപകടവും അമിത ജോലിയും കൊണ്ട് വൻമതിൽ നിർമ്മാണത്തിനിടെ മരണപ്പെട്ടിട്ടുണ്ട്. എല്ലാത്തരം പണികളും കൈകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കല്ല്, മണ്ണ്, ചുണ്ണാമ്പ്, ഇഷ്ടിക, മരം എന്നിവയാണ് പ്രധാന അസംസ്കൃത വസ്തുക്കൾ. ഇവയെല്ലാം കൈമാറിയാണ് നിർമ്മാണ പ്രദേശങ്ങളിൽ എത്തിച്ചിരുന്നത്. ചിലയിടങ്ങളിൽ സാധനങ്ങൾ കൊണ്ടുപോകാനായി ആടുകൾ, കഴുതകൾ എന്നിവയെയും ഉപയോഗിച്ചിരുന്നു. ചൈനയുടെ ഉത്തരമേഖലയിൽ വൊഹായ് ഉൾക്കടലിനു സമീപത്തുള്ള ഷാങ്ഹായ് ഗുവാൻ എന്ന സ്ഥലത്തു നിന്നാരംഭിക്കുന്ന വൻമതിൽ പിന്നീട് ഹാബെയ്, ഷൻസി, നങ്സിയ, ഗൻസു എന്നീ പ്രവിശ്യകളിലൂടെയും മംഗോളിയയിലൂടെയും കടന്നുപോകുന്നു. അവസാനം ഗോബി മരുഭൂമിയിലെ ജിയായു ഗുവാനിൽ അവസാനിക്കുന്നു. പ്രധാന കെട്ട് ഷാങ്ഹായിൽ ആരംഭിച്ച് ഗോബിയിലെ യുമെനിൽ അവസാനിക്കുന്നു. പ്രധാന കെട്ടിന് 3460 കിലോമീറ്റർ നീളമുണ്ട്. ശാഖകളുടെ നീളം 2465 കിലോമീറ്റർ വരും. മതിലിന് മുകളിലൂടെ പാതയും 100-200 മീറ്റർ ഇടവിട്ട് കാവൽ മാടങ്ങളുമുണ്ട്. ചിലയിടങ്ങൾ നശിച്ചുപോയെങ്കിലും ചൈനീസ് ഭരണകൂടം ചൈനീസ് വൻമതിലിനെ ആവുന്ന പോലെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ജനങ്ങൾ വീടും മറ്റും പണിയുന്നതിനായി വൻമതിലിൻ്റെ ഭാഗങ്ങൾ ഇളക്കിക്കൊണ്ടുപോകുന്നത് ശക്തമായി വൻമതിലിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നു. അപ്രകാരം ചെയ്യുന്നത് ചൈനയിൽ രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമായ കുറ്റമായി കരുതപ്പെടുന്നു. ചൈനയിൽ വിനോദസഞ്ചാരത്തിനെത്തുന്നവരിൽ ഭൂരിഭാഗവും വൻമതിൽ സന്ദർശിക്കുന്നു. താജ്മഹൽ. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ യമുന നദിയുടെ തീരത്താണ് ലോകമഹാ അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ എന്ന മനോഹരമായ സൗധം സ്ഥിതി ചെയ്യുന്നത്. പേർഷ്യൻ, ഒട്ടോമൻ, ഇന്ത്യൻ, ഇസ്ലാമിക് എന്നീ വാസ്തുവിദ്യകൾ കൂടിച്ചേർന്നുണ്ടായ മുഗൾ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ മനോഹരമായ നിർമ്മിതി. പൂർണ്ണമായും വെണ്ണക്കല്ലിൽ നിർമ്മിച്ച ഈ ചരിത്ര സൗധം ലോകത്തിൻ്റെ സ്നേഹചിഹ്നമായി കണക്കാക്കപ്പെടുന്നു. മുഗൾ ചക്രവർത്തിമാരിൽ ഒരാളായ ഷാജഹാൻ തൻ്റെ പ്രിയ പത്നി മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായി പണി കഴിപ്പിച്ചതാണ് താജ്മഹൽ. മുഗൾ ചക്രവർത്തിമാരിൽ 5-മനായ ഷാജഹാൻ ചക്രവർത്തിയുടെ കാലഘട്ടം മുഗൾ വാസ്തുവിദ്യയുടെ സുവർണ കാലഘട്ടമായാണ് അറിയപ്പെടുന്നത്. വാസ്തുവിദ്യയിൽ തനിക്കുള്ള താൽപ്പര്യം 16-ാം വയസ്സിൽ ആഗ്ര കോട്ടയിലെ കെട്ടിടങ്ങളുടെ പുനർനിർമ്മാണത്തിലൂടെ അദ്ദേഹം തെളിയിച്ചു. താജ്മഹൽ കൂടാതെ ഇന്ത്യയുടെ അഭിമാന ചരിത്ര സ്മാരകങ്ങളായി നിലകൊള്ളുന്ന ആഗ്രയിലെ മോത്തി മസ്ജിദ്, ഡൽഹിയിലെ ചെങ്കോട്ട, ഡൽഹിയിലെ ജുമാ മസ്ജിദ് എന്നിവയെല്ലാം അദ്ദേഹം നിർമ്മിച്ചതാണ്. മുംതാസ് മഹലിൻ്റെ യഥാർത്ഥ നാമം അർജുമന്ദ് ബാനുബീഗം എന്നാണ്.
1607 ഷാജഹാന് 15 വയസ്സുള്ളപ്പോഴാണ് മുംതാസുമായുള്ള വിവാഹം നിശ്ചയിക്കുന്നത്. എന്നാൽ അനുകൂല സാഹചര്യങ്ങളായിരുന്നിട്ടും ആ വിവാഹം നടന്നില്ല. ഈ സമയത്ത് ഷാജഹാൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയുണ്ടായി. പിന്നീട് 1612 രാജകുമാരന് കൂടുതൽ അധികാരങ്ങൾ ലഭിച്ചതിനു ശേഷമാണ് തൻ്റെ ഭാര്യയുടെ സമ്മതത്തോടെ 20-ാം വയസ്സിൽ അർജുമന്ദ് ബാനു ബീഗത്തെ വിവാഹം കഴിക്കുന്നത്. വിവാഹശേഷമാണ് അർജുമന്ദിന് മുംതാസ് മഹൽ എന്ന പേര് നൽകുന്നത്. മുംതാസ് മഹൽ വളരെ കാര്യപ്രാപ്തിയുള്ള ഒരു സ്ത്രീയായിരുന്നു. ഭർത്താവിനെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചിരുന്ന മുംതാസ് മഹൽ ഷാജഹാന് എന്നും പ്രിയപ്പെട്ടവളായിരുന്നു. ഇവർക്ക് 14 കുട്ടികൾ ജനിച്ചുവെങ്കിലും 7 പേർ മാത്രമാണ് ജീവിച്ചിരുന്നത്. ബാക്കിയുള്ളവരെല്ലാം കുഞ്ഞിലെ തന്നെ മരണമടഞ്ഞു. 14-ാമത്തെ കുട്ടിയുടെ ജനനത്തോടെയാണ് മുംതാസ് മഹൽ മരണപ്പെടുന്നത്. മുംതാസിന്റെ മരണം ഷാജഹാനെ ആകെ തളർത്തിയിരുന്നു. തത്തി നദിക്കരയിലുള്ള ഉദ്യാനത്തിലാണ് ആദ്യം മുംതാസിന്റെ മൃതദേഹം അടക്കം ചെയ്തത്. പിന്നീട് താജ്മഹലിന്റെ പണി പൂർത്തിയാക്കിയപ്പോൾ ഇവിടെ വീണ്ടും അടക്കം ചെയ്യുകയായിരുന്നു. മുംതാസ് മഹലിന്റെ മരണശേഷം ഷാജഹാൻ വീണ്ടും വിവാഹം ചെയ്തു. പൂർണ്ണമായും വെണ്ണക്കല്ലുകൊണ്ട് നിർമ്മിച്ച താജ്മഹൽ 1632 നിർമ്മാണം ആരംഭിച്ച് 1655 പൂർത്തീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. 10,000-കണക്കിന് തൊഴിലാളികൾ ചേർന്ന് 22 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച ഈ ചരിത്ര നിർമ്മിതിയുടെ ഉയരം 73 മീറ്ററാണ്. വെണ്ണക്കല്ലിൽ നിർമ്മിച്ച സൗധമാണ് ഏറ്റവും പ്രധാനമെങ്കിലും ഇതിനോടനുബന്ധിച്ച് മറ്റു കെട്ടിടങ്ങളും ചേർന്ന സമുച്ചയമാണ് താജ്മഹൽ. പേർഷ്യയിൽ നിന്നെത്തിയ ഉസ്താദ് അഹമ്മദ് ലഹോറിയാണ് ഇതിൻ്റെ പ്രധാന ശില്പി. മുഗൾ ചക്രവർത്തി ഷാജഹാൻ മഹാരാജ ജയ്സിംഗിൽ നിന്നും വാങ്ങിയ ഭൂമിയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിനു പകരമായി ഷാജഹാൻ ജയ്സിംഗിനൊരു കൊട്ടാരം നൽകിയെന്ന് പറയപ്പെടുന്നു. യമുന നദിയുടെ ഒഴുക്കിൻ്റെ നിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ നിരത്തിയെടുത്ത ശേഷമാണ് നിർമ്മാണം ആരംഭിച്ചത്. ഇന്ത്യ, മധ്യേഷ്യ, പേർഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രഗത്ഭരായ ശില്പികളെ കൊണ്ടാണ് താജ്മഹൽ പണി കഴിപ്പിച്ചിട്ടുള്ളത്. താജ്മഹലിന്റെ അടിത്തറ മരത്തടികൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ മരത്തടികൾ യമുന നദിയിൽ നിന്നുള്ള ഈർപ്പം മൂലം നശിക്കാതെ നിൽക്കുന്നു. താജ്മഹൽ പണിയുന്നതിന് ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വസ്തുക്കൾ എത്തിച്ചുവെന്ന് കണക്കാക്കപ്പെടുന്നു. ഇതിലുപയോഗിച്ചിരിക്കുന്ന മാർബിൾ രാജസ്ഥാനിൽ നിന്നും, ജാസ്പർ കല്ലുകൾ പഞ്ചാബിൽ നിന്നും, ജൂട്ട് ക്രിസ്റ്റൽ എന്നിവ ചൈനയിൽ നിന്നുമാണ് കൊണ്ടുവന്നത്. ഇതിനായി ആയിരക്കണക്കിന് ആനകളെ ഉപയോഗിച്ചിരുന്നു. ഇതുകൂടാതെ ടിബറ്റൻ, അഫ്ഗാനിസ്ഥാൻ, അറേബ്യ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള വിലപിടിപ്പുള്ള കല്ലുകൾ ഉപയോഗിച്ചിരുന്നു. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഭരണാധികാരികളും ഭടന്മാരും ചേർന്ന് താജ്മഹലിന്റെ ചുമരുകളിൽ നിന്നുള്ള വിലപിടിപ്പുള്ള കല്ലുകളും രത്നങ്ങളും കവർന്നെടുത്തു. സ്വർണം കൊണ്ട് നിർമ്മിച്ച പ്രധാന സ്തംഭത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഫിനിയൽ ബ്രിട്ടീഷുകാർ കവർന്നെടുത്ത് പകരം വെങ്കലം കൊണ്ട് സ്ഥാപിക്കുകയായിരുന്നു. താജ്മഹലിന്റെ ഉൾഭാഗത്ത് രഹസ്യറകളും പാതാള തുരങ്കങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. താജ്മഹലിന്റെ ഉൾഭാഗത്തായി ഒരു കനാലുമുണ്ട്. എന്നാൽ ഈ കനാലിന്റെ ഉത്ഭവം ഇന്ന് വരെ ആർക്കും തന്നെ അറിയുവാൻ സാധിച്ചിട്ടില്ല. പ്രധാന സൗധത്തിനകത്താണ് ഷാജഹാന്റെയും മുംതാസിന്റെയും കല്ലറ സ്ഥിതി ചെയ്യുന്നത്. ഈ കല്ലറകൾ 28 തരം വിലപിടിപ്പുള്ള കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. താജ്മഹലിന്റെ 4 വശങ്ങളും ഒരേ രൂപത്തിലും വലുപ്പത്തിലുമാണുള്ളത്. താജ്മഹലിന്റെ 4 തൂണുകളും പുറത്തേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഭൂമികുലുക്കവും മറ്റും സംഭവിച്ചാൽ തൂണുകൾ പ്രധാന സൗധത്തിൽ വീഴാതെ പുറത്തേക്ക് വീഴാനാണ് ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത്. വളരെ ഭംഗിയുള്ള താജ്മഹൽ അതിരാവിലെ ചുവപ്പ് നിറത്തിലും പകൽ സമയങ്ങളിൽ വെള്ള നിറത്തിലും രാത്രി നിലാവിന്റെ വെളിച്ചത്തിൽ സ്വർണ്ണ നിറത്തിലും തോന്നും. താജ്മഹലിനെ കുറിച്ചുള്ള നിരവധി മിത്തുകളും പ്രചരിക്കുന്നുണ്ട്. ഇതിലൊന്നാണ് താജ്മഹലിന്റെ നിർമ്മാണശേഷം പ്രധാന ശില്പികളെ കൊല്ലുകയോ അംഗഭംഗം വരുത്തുകയോ ചെയ്തു എന്നത്. എന്നാൽ ഇത് ശരിവയ്ക്കുന്ന യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ല. താജ്മഹൽ പണിതതിനു ശേഷം ഒരു കറുത്ത താജ്മഹൽ യമുനയുടെ മറുകരയിൽ ഇപ്പോഴത്തെ താജ്മഹലിന്റെ എതിരായി പണിയുവാൻ ഉദ്ദേശിച്ചിരുന്നു എന്നതും ഇന്നും നിലനിൽക്കുന്ന ഒരു കഥയാണ്. പെട്ര ചരിത്രപരമായി പ്രാധാന്യമുള്ള പുരാതന ജോർദാനിയൻ നഗരമാണ് പെട്ര. BC 6-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ജോർദാന്റെ ചിഹ്നമായ പെട്ര ഒരു പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നായ പെട്ര ലോക പൈതൃക പട്ടികയിലും ഇടം നേടിയിട്ടുണ്ട്. ജോർദാനിലെ വാദി അറബ മലരാണ്യത്തിൽ കാലമാപനികൾക്ക് മുൻപിലാണ് നഗരത്തിന്റെ സ്ഥാനം. ചരിത്രാതീത കാലത്ത് നബാതിയന്മാർ കല്ലുകൊണ്ട് കൊത്തിയെടുത്തതാണ് ഈ നഗരം. മൺമറഞ്ഞുപോയ അറേബ്യൻ ഗ്രീക്ക് വാസ്തുകലയുടെ തെളിവായാണ് പെട്ര നഗരം നിലനിൽക്കുന്നത്. കല്ല് എന്നാണ് പെട്ര എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം.
ചരിത്രാതീത കാലത്ത് അറേബ്യ, ഈജിപ്ത്, സിറിയ ദേശങ്ങളിലേക്കുള്ള സിൽക്ക് റൂട്ട് എന്ന വാണിജ്യ ഇടനാഴിയിലെ പ്രധാന പട്ടണമായിരുന്നു പെട്ര. അമ്മാനിൽ നിന്നും 215 കിലോമീറ്ററും ജോർദാനിലെ തുറമുഖ പട്ടണമായ അക്കാബയിൽ നിന്നും 125 കിലോമീറ്ററുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ള ദൂരം. വാഡി മൂസയിലാണ് പെട്ര എന്ന അതിമനോഹര പുരാതനമായ ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. എയിൻ, കൊറിന്ത്യൻ, സിൽക്ക് എന്നിങ്ങനെ അറിയപ്പെടുന്ന 3 മുഖമുള്ള ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത രാജകീയ ശവകുടീരങ്ങൾ നഗരത്തിലായി കാണപ്പെടുന്നു. ആരാധനാലയങ്ങളും ശവകുടീരങ്ങളുമാണ് പെട്രയിലെ പ്രധാന അവശേഷിപ്പുകൾ. 800-ലധികം ശവകുടീരങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. രാജാവിന്റെ മതിലെന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഇതിനു ചുറ്റുമായി കൽഭിത്തിയിലെല്ലാം ചെറിയ പൊത്തുപോലെ സാധാരണക്കാരുടെ ശവകുടീരങ്ങളും സ്ഥിതി ചെയ്യുന്നു. ചിചൻ ഇറ്റ്സ മായൻ സംസ്കാരകാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു ചരിത്ര സ്മാരകമാണ് മെക്സിക്കോയിൽ സ്ഥിതി ചെയ്യുന്ന ചിചൻ ഇറ്റ്സ. AD 600 കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ട ഈ അത്ഭുത നഗരം മായൻ സംസ്കാരത്തിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക കേന്ദ്രം കൂടിയാണ്. കണക്കിലും ജ്യോതിശാസ്ത്രത്തിലുമെല്ലാം അഗ്രഗണ്യന്മാരായിരുന്നു മായൻ ജനത. സ്വന്തമായി ഭാഷയും കലണ്ടറും ജ്യോതിശാസ്ത്ര ചാർട്ടുകളും എല്ലാം ഉണ്ടായിരുന്ന മായൻ ജനതയ്ക്ക് മധ്യകാല അമേരിക്കയിൽ തെക്കൻ മെക്സിക്കോ, ഗ്വാട്ടിമാല, ബൊളീഡ് മേഖലകൾ ചേർന്ന സ്ഥലത്ത് അവർ സ്വന്തം സംസ്കാരം കെട്ടിയുയർത്തി. ഏതാണ്ട് 3000-ഓളം വർഷം അജൈവമായി നിലകൊണ്ട മായൻ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഭീമൻ ക്ഷേത്രങ്ങളും കാനന നഗരങ്ങളും ഉണ്ടായി. കല്ല് പതിപ്പിച്ച വീതിയിലുള്ള ആ പ്രാചീന നഗരങ്ങളിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ അധിവസിച്ചു. കൃഷിക്കായി ജലസേചന ശൃംഖലകളും ജലസംഭരണികളും അവർ സൃഷ്ടിച്ചിരുന്നു. ഇത്തരത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു അത്ഭുത നഗരം തന്നെയാണ് ചിചൻ ഇറ്റ്സ. അതിൻ്റെ വിവിധ രൂപശില്പങ്ങൾ, കുൽക്കുൽക്കാൻ പിരമിഡ്, ചുക്മൂലിൻ്റെ ക്ഷേത്രം, 1000 കാൽ മണ്ഡപം, തടവുകാരുടെ കളിത്തട്ട് ഇവയെല്ലാം ശില്പഭംഗി കൊണ്ടും സംയോജന മികവ് കൊണ്ടും മായം സംസ്കാരത്തിൻ്റെ അസാധാരണ സമർപ്പണത്തിൻ്റെ ഭാഗമായി ഇന്നും കാണാനാകും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മിതിയാണ് AD 9-നും 12-നും ഇടയിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതുന്ന ചിചൻ ഇറ്റ്സയിലെ പിരമിഡ്. ചിചൻ ഇറ്റ്സയുടെ മധ്യഭാഗത്തായി മെസോ അമേരിക്കൻ ശൈലിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ പിരമിഡ് ടെമ്പിൾ ഓഫ് കുൽക്കുൽക്കാൻ എന്നും അറിയപ്പെടുന്നു. സമചതുര ആകൃതിയിലുള്ള പടിക്കെട്ടുകൾ പോലെ പിരമിഡ് ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ സ്മാരകത്തിന് മുകളിൽ കുൽക്കുൽക്കാൻ ദേവന്റെ ആരാധനാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നു. താഴ്ഭാഗത്ത് 55.3 മീറ്റർ വീതിയുള്ള പിരമിഡിൻ്റെ ഉയരം 24 മീറ്ററും അതുകൂടാതെ പിരമിഡിന് മുകളിലുള്ള ദേവാലയത്തിന് 6 മീറ്റർ ഉയരവുമാണുള്ളത്. പിരമിഡിൻ്റെ വടക്കു പടിഞ്ഞാറ് വശങ്ങളിൽ താഴെ കിഴയുന്ന സർപ്പത്തിൻ്റെ ശില്പം കൊത്തിവെച്ചിരിക്കുന്നു. ശരത്കാലത്തും വസന്തകാലത്തും ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിൽ സൂര്യപ്രകാശം വടക്കു പടിഞ്ഞാറ് വശത്ത് പതിക്കുമ്പോൾ ഇതുമൂലം ത്രികോണാകൃതിയിലുള്ള നിഴലുകൾ കാണാനാകും. ഈ നിഴലിൻ്റെ പൂർണ്ണരൂപം മുകളിൽ നിന്ന് താഴെ കിഴയുന്ന സർപ്പത്തിനെ അനുസ്മരിപ്പിക്കും. പിരമിഡിൻ്റെ മുകളിലേക്ക് കയറുവാൻ എല്ലാ വശങ്ങളിലും 91 പടികളാണുള്ളത്. ഇങ്ങനെ മൊത്തം പടികളും കൂടാതെ ക്ഷേത്രത്തിൻ്റെ തറയും കൂട്ടിയാൽ മൊത്തം 365 പടികളാണുള്ളത്. മായൻ കലണ്ടർ പ്രകാരം ഒരു വർഷം 365 ദിവസമാണ്. മാച്ചു പിച്ചു കൊളംബിയൻ കാലഘട്ടത്തിനു മുമ്പുണ്ടായിരുന്ന ഇങ്കൻ സാമ്രാജ്യത്തിൽപ്പെട്ടിരുന്ന ഒരു പ്രദേശമാണ് മാച്ചു പിച്ചു. പെറുവിലെ കുസ്കോ നഗരത്തിൽ നിന്നും 80 കിലോമീറ്റർ അകലെയുള്ള ഉറുംബാബ താഴ്വരയുടെ മുകളിൽ ഒരു പർവ്വത ശിഖരത്തിൽ 2430 മീറ്റർ ഉയരത്തിലാണ് മാച്ചു പിച്ചു എന്ന മഹാവിസ്മയം സ്ഥിതി ചെയ്യുന്നത്. മാച്ചു പിച്ചുവിൻ്റെ സമീപത്തുകൂടി ഉറുംബാബ നദി ഒഴുകുന്നുണ്ട്. ആമസോൺ നദിയുടെ ഒരു കൈവഴിയാണ് ഉറുംബാബ. ഇങ്കൻ സാമ്രാജ്യത്തിൽപ്പെട്ട പ്രശസ്തമായ പ്രദേശമാണ് മാച്ചു പിച്ചു. ഇങ്കകളുടെ നഷ്ടപ്പെട്ട നഗരം എന്ന് ഇതിനെ വിളിക്കുന്നു. 1460 കാലഘട്ടത്തിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. ശേഷം 100 വർഷത്തിനകം സ്പാനിഷുകാർ ഇങ്കൻ സാമ്രാജ്യത്തിൽ നടത്തിയ കയ്യേറ്റത്തോടെ ഇങ്കകളുടെ ഔദ്യോഗിക പ്രദേശമെന്ന പരിഗണന നൽകാതെ കൈയൊഴിയപ്പെട്ടു. അറിയപ്പെടുന്ന പ്രദേശമായിരുന്നെങ്കിലും നൂറ്റാണ്ടുകളോളം ഈ മേഖല പുറം ലോകത്താൽ ശ്രദ്ധിക്കപ്പെടാതെ കിടന്നു. ഒരു അമേരിക്കൻ ചരിത്രകാരനായിരുന്നു 1911 ഇതിനെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. അന്നു മുതൽ ഈ പ്രദേശം വിനോദസഞ്ചാരികളെയും ചരിത്രകാരന്മാരെയും ആകർഷിക്കുന്ന മേഖലയായി മാറി. 1867 തന്നെ ഒരു ജർമ്മൻ വ്യാപാരി ഈ സ്ഥലം കണ്ടെത്തിയിരുന്നു എന്ന് അടുത്ത കാലത്ത് വെളിപ്പെടുത്തലുണ്ടായി. ഇങ്ങനെ പലരും ഈ സ്ഥലത്ത് എത്തിച്ചേർന്നു എന്ന് വാദമുഴക്കലുണ്ടായിരുന്നു. 1983 യുനെസ്കോ ഇതിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. കൊളോസിയം
റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന പൊതുവിനോദ കേന്ദ്രങ്ങളിൽ ഏറ്റവും വലുതായിരുന്നു കൊളോസിയം അഥവാ ഫ്ലാവിയൻ ആംഫി തിയേറ്റർ. ഒറ്റ നോട്ടത്തിൽ ഒരു ആധുനിക സ്റ്റേഡിയം ആണെന്നേ ആരും പറയൂ. പുരാതന റോമാ സാമ്രാജ്യത്തിൻ്റെ അഭിമാന സ്തംഭവും ശില്പവിദ്യയിലെ വിസ്മയമാണ് റോമിലെ കൊളോസിയം. മനുഷ്യനിർമ്മിതമായ കെട്ടിടങ്ങളിൽ വലുപ്പം കൊണ്ടും നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ടും അത്ഭുതമായി മാറിയ ഈ നിർമ്മിതി മധ്യാധുനിക കാലഘട്ടത്തിലെ ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽപ്പെടുന്നു. റോമൻ ജനത നീറോ ചക്രവർത്തിയുടെ ഭരണത്തിൽ പൊറുതിമുട്ടിയിരുന്ന കാലം. AD 68 അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അധികാരത്തിലേറിയ വെസ്പേഷ്യൻ ചക്രവർത്തി നീറോയുടെ ദുഷ്ടതയ്ക്ക് പരിഹാരമെന്നോണം നീറോയുടെ സ്വകാര്യ ഉദ്യാനം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ AD 72 കൊളോസിയത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുത്രൻ ടൈറ്റസ് കൊളോസിയത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. പിന്നീട് വന്ന ഡൊമിനേഷ്യൻ ചക്രവർത്തിയും കൊളോസിയത്തിൻ്റെ മേൽ ചില മിനുക്കുപണികൾ നടത്തി. 48 മീറ്റർ ഉയരവും 158 മീറ്റർ നീളവും 156 മീറ്റർ വീതിയുമുള്ള വമ്പൻ സ്റ്റേഡിയമായിരുന്നു കൊളോസിയം. 3 നിലകളിലായി 240 കമാനങ്ങളും ഉണ്ടായിരുന്നു. അടിത്തട്ട് പലകയിൽ തീർത്ത് മുകളിൽ മണ്ണ് മൂടിയാണ് തയ്യാറാക്കിയിരുന്നത്. ആധുനിക കാലത്തെ പല സ്റ്റേഡിയങ്ങളും കൊളോസിയത്തിൻ്റെ മാതൃക പിന്തുടരുന്നത് കാണാം. 80ലധികം വാതിലുകളും രഹസ്യ മുറികളുമൊക്കെയുള്ള കെട്ടിടം. അർദ്ധവൃത്താകൃതിയിലാണ് ഇതിലെ ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒത്ത നടുവിൽ സ്റ്റേജും. നാടകം മാത്രമല്ല, വീരയോദ്ധാക്കളുടെ മല്ലയുദ്ധങ്ങൾ പോലെയുള്ള പോരാട്ടങ്ങൾ, മൃഗവിനോദങ്ങൾക്കും കൊളോസിയം ഉപയോഗിച്ചിരുന്നു. ഒട്ടേറെ പോരാട്ടങ്ങൾക്കും മറ്റും വേദിയായ കൊളോസിയം റോമാ സാമ്രാജ്യത്തിൻ്റെ പതനത്തോടെ അവഗണിക്കപ്പെട്ടു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മറ്റും ആളുകൾ കല്ലുകൾ ഇളക്കിക്കൊണ്ടുപോയത് കൊളോസിയത്തിൻ്റെ തകർച്ചയ്ക്ക് വേഗത കൂട്ടി. റോമാ സംസ്കാരത്തിൻ്റെ പ്രതീകമായ കൊളോസിയത്തിൻ്റെ പാതിഭാഗം മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. ക്രൈസ്റ്റ് ദ റെഡീമർ. ബ്രസീലിലെ റിയോ ഡി ജനീറോ എന്ന നഗരത്തിൽ ടിജുക്ക നാഷണൽ പാർക്കിലെ 700 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊർക്കാവോഡോ മലമുകളിലാണ് ക്രൈസ്റ്റ് ദ റെഡീമർ അഥവാ രക്ഷകനായ ക്രിസ്തു എന്ന ക്രിസ്തുവിൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. 1930കളിൽ യൂറോപ്പിലും അമേരിക്കയിലും വ്യാപിതമായിരുന്ന ആർട്ട് ഡെക്കോർ ശൈലിയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ശില്പമാണിത്. കൈകൾ വിരിച്ചു നിൽക്കുന്ന യേശുക്രിസ്തുവിൻ്റെ പ്രതിമയുടെ ഉയരം 30 മീറ്ററും ഇരുകൈകളും തമ്മിലുള്ള നീളം 28 മീറ്ററുമാണ്. കൂടാതെ 8 മീറ്റർ ഉയരമുള്ള തറയുടെ മുകളിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. കോൺക്രീറ്റും ഉരുക്കും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ ശില്പത്തിനെ ത്രികോണാകൃതിയിലുള്ള ആയിരക്കണക്കിന് സോക്ക് സ്റ്റോൺ ടൈൽ കൊണ്ടാണ് ആഗിരണം ചെയ്തിരിക്കുന്നത്. റിയോ ഡി ജനീറോ നഗരത്തിന് അഭിമുഖമായി നിൽക്കുന്ന 635 ടൺ ഭാരമുള്ള ഈ ക്രിസ്തുവിൻ്റെ പ്രതിമ ഇന്ന് ബ്രസീലിലെ ക്രിസ്തുമത വിശ്വാസികളുടെ ഒരു പ്രധാന ചിഹ്നമായി നിലകൊള്ളുന്നു. ബ്രസീലുകാരനായ ഹെയ്ഡോ ഡാസിൽവ കോസ്റ്റ രൂപകൽപ്പന ചെയ്ത് ഫ്രഞ്ച് ശില്പി പോൾ ലാൻഡോവിസ്കി നിർമ്മിച്ച ഈ ശില്പം ലോകത്തിലെ സുപ്രധാന സ്മാരകങ്ങളിലൊന്നാണ്. 1922 നിർമ്മാണം ആരംഭിച്ച ഈ ശില്പം 1931 ഒക്ടോബർ 12 അനാച്ഛാദനം ചെയ്തത്. 9 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ ശില്പത്തിന് $2,50,000 ചിലവ് വന്നിരിക്കുന്നത്. 1850 ചക്രവർത്തി പെഡ്രോ രണ്ടാമൻ്റെ മകൾ ഇസബൽ രാജകുമാരിയോടുള്ള ബഹുമാനാർത്ഥം കൊർക്കാവോഡോ മലമുകളിൽ ഒരു ക്രിസ്തീയ സ്മാരകം നിർമ്മിക്കണമെന്ന് വിൻസെൻ്റൈൻ പുരോഹിതൻ പെഡ്രോ മരിയ ബോസ് അഭിപ്രായപ്പെട്ടു. എന്നാൽ ആ പദ്ധതി അംഗീകരിക്കപ്പെട്ടില്ല. പിന്നീട് 1889 ബ്രസീലിൽ ജനാധിപത്യ ഭരണം ആരംഭിച്ചതിനു ശേഷം 1920 കത്തോലിക്ക സഭ വീണ്ടും ക്രിസ്തീയ സഭ സ്മാരകം എന്ന ആശയം മുന്നോട്ട് വെച്ചു. പദ്ധതിയുടെ നടപ്പിനായി വോട്ട് ശേഖരണവും നടത്തി. അങ്ങനെ പദ്ധതിക്ക് അംഗീകാരവും ലഭിച്ചു. എന്നാൽ ശില്പത്തിൻ്റെ രൂപരേഖ തയ്യാറായിരുന്നില്ല. അതിനായൊരു മൾട്ടിപ്പിൾ മത്സരം സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു. അങ്ങനെ ബ്രസീലിയൻ എഞ്ചിനീയറായ ഹെയ്ഡോ ഡാസിൽവ കോസ്റ്റയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം ഡിസൈൻ ചെയ്തിരുന്നത് ഒരു കൈയിൽ കുരിശും മറുകൈയിൽ ഭൂമിയും പിടിച്ചു നിൽക്കുന്ന യേശുക്രിസ്തുവിനെയായിരുന്നു. പിന്നീട് ബ്രസീലിയൻ ചിത്രകാരനായ കാർലോസ് ഓസ്വാൾട്ടും സെൽവ കോസ്റ്റയും അവസാന രേഖ തയ്യാറാക്കി. ഇരു കൈകളും വിടർത്തി സന്ദർശകരെ സ്വീകരിക്കുന്ന ബ്രസീലിയൻ ജനതയുടെ ഊഷ്മളതയുടെയും നഗരത്തിൻ്റെയും ചിഹ്നമായി ഈ പ്രതിമ നിലകൊള്ളുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കുകയില്ലല്ലോ.